അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് ജ്വലിച്ചു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യക്തിയായ നിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി കൃപയായി അയാളുടെ അഭിഷേകത്തിനായി നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവസന്നിധാനത്തിലാണ് ഇവിടെയുള്ള നിൻ്റെ ശക്തിക്കേടാണ്. നിൻ്റെ ശക്തിക്കേടിന് ഇവിടെ ശക്തിയായി മാറും. നിൻ്റെ ബലഹീനത ഇവിടെ അഭിഷേകമായി മാറും. നീ സന്തോഷമായിരിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക കടങ്ങളാൽ വേദനിക്കുന്ന എല്ലാവരെയും കർത്താവേ, സാമ്പത്തിക കടങ്ങളെ ബാധ്യതകളെ പരിഹരിക്കുന്നതിനായി ഓരോ പോംവഴികള് ഉടമ്പടി നിയോഗങ്ങളായി അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ദിവ്യകാരുണ്യത്തിന് പുനർസമർപ്പണം ചെയ്യുന്ന കർത്താവ് ജോലിയില്ലാത്തവരെ, കർത്താവ് വീട് ഇല്ലാത്തവര് കർത്താവേ, നീ കരുണയോടെ കൈപിടിച്ചുയർത്തണമേ. മാരക രോഗികളെ അങ്ങ് കൈപിടിച്ച് സൗഖ്യപ്പെടുത്തണമേ. ഭവനരഹിതരുടെ മേൽ കർത്താവേ, രോഗികളുടെ മേൽ തത്സമയം സൗഖ്യം വർഷിക്കുന്നവർ നന്ദി പറയുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ ദുരിതങ്ങളും രോഗങ്ങളും മാരക രോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ശരീരത്തൊക്കെ നിറച്ചിങ്ങനെ പൊട്ടും, അതുപോലെ തന്നെ ഒരുതരം മറുകും. ചുമ്മാ മറുകല്ല, ഇങ്ങനെ പൊള്ളിയതുപോലെയൊക്കെ ഇരിക്കണ പൊങ്ങി വരുന്ന തിണർത്ത മറുകുകൾ, നീറ്റലും ചൊറിച്ചുമൊക്കെ അനുഭവപ്പെടുന്ന വ്രണങ്ങൾ പോലെയുള്ള മറുകുകളെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. അലർജി രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ, ചൊരിഞ്ഞ് വർഷങ്ങളായി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഇപ്പോൾ ദിവ്യകാരുണ്യത്താൽ പൂർണ്ണ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളുടെ വ്രണരോഗങ്ങൾ ചുമ്മാ ഇങ്ങനെ വ്രണം വന്നുകൊണ്ടിരിക്കും. എന്താണെന്ന് നമുക്കറിയത്തില്ല. പല മരുന്നുണ്ടെങ്കിലും വ്രണം വലുതാകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ സുഖപ്പെടണില്ല. അത്തരം വളർത്തു മൃഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തണം. നിൻ്റെ ജീവിതം അതെല്ലാം ഉടമ്പടിയിലുള്ളതാണ് കേട്ടോ. അബ്രഹാത്തിനോടൊക്കെ ഉടമ്പടി ചെയ്യുമ്പോഴും നിൻ്റെ കന്നുകാലികളെ വർദ്ധിപ്പിക്കുമെന്ന് യാക്കോബിനോട് പറയുമ്പോഴും നിയമാവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴും ജീവിത സാഹചര്യങ്ങൾ വരുമാന മാർഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഐശ്വര്യം അനുഗ്രഹമാണ്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ, വളർത്തു മൃഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ അനുഭവിക്കുന്ന രോഗങ്ങള്, വ്രണങ്ങള്, കുളമ്പ് പോലത്തെ രോഗദുരിതങ്ങള് കർത്താവെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി ദൈവമേ. ശ്വാസകോശങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നിങ്ങനെ ശ്വാസം മുട്ടും. ശ്വാസം മുട്ടിയിട്ട് നെഞ്ചത്ത് തടകും. നെഞ്ച് തടകുമ്പോൾ തോന്നും നെഞ്ചിൽ തടകേണ്ടത് മുതുകാണ് തടകേണ്ടതെന്ന് തോന്നിയിട്ട് ആരെ അടുത്ത് നിൽക്കുന്ന ആളെ കൊണ്ട് മുതുക് തടയിക്കും. പക്ഷെ നെഞ്ചും മുതുകും കൂട്ടി തടകിയാൽ എടുത്ത് അകത്തിങ്ങനെ കൊളുത്തി പിടിച്ചുകൊണ്ടിരിക്കണം ശ്വാസം മുട്ട് കാരണം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ശ്വാസ സംബന്ധമായ രോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസരോഗികളെ ഈശോയെ സൗഖ്യപ്പെടുത്തി നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ വലിവ്
ആസ്മ, അലർജി, പൊടി, തണുപ്പ് മുതലായ മൂലം ശ്വാസ തടസ്സം നേരിടുന്നവരെ ശ്വാസകോശങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മാരകരോഗങ്ങളെ ഈ നിമിഷം യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, ക്യാൻസർ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ലിവർ രോഗങ്ങള് കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങള്, സോറിയാസ് രോഗങ്ങള്, എല്ലാ മാരക രോഗങ്ങളും ദിവ്യകാരുണ്യത്താൽ സൗഖ്യപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. ഉദര രോഗികള് ഉദരത്തിൽ കൈവെക്കണം. ഞാൻ കർത്താവിനെ ആൾക്കാരെ കയറ്റി സാക്ഷ്യം പറയിപ്പിക്കും. അടുത്ത മാസം വരുമ്പോൾ എൻ്റെ കർത്താവ് ഈശോനെ മഹത്വപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഉദരരോഗികളെ ഉദരത്തിൽ കൈവെക്കുക. അച്ഛനേറെ കയ്പോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണത് നിങ്ങൾക്ക് വേണ്ടി. കാര്യം ഉദര രോഗം വന്നവർ ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല, എരിച്ചിലായി, പൊടിച്ചത് കിട്ടലായി, വ്രണമായി, വിശക്കാനും പാടില്ല, കഴിക്കാനും പാടില്ലാത്ത വല്ലാത്ത അവസ്ഥയായി, വെയിറ്റ് കുറഞ്ഞ് ശരീരം ഓജസ് പോയി, പണി ചെയ്യാൻ പറ്റാതായി, ഉറക്കമില്ലാണ്ടായി, തളർച്ചയായി, ഇങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളാണ് കുഞ്ഞുങ്ങൾ മക്കൾ അനുഭവിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ ഉദര രോഗികളെയും ഓ ദിവ്യകാരുണ്യമേ ഇപ്പോൾ സ്പർശിക്കണമേ. ഉദരത്തിലെ കുരുകള്, കുടലിലെ കുരുക്കള്, അൾസർ രോഗങ്ങള്, അൾസർ രോഗങ്ങള്, അരിസസ് രോഗങ്ങള്, രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, അണ്ഡാശയ കുരുക്കള്, രോഗങ്ങള്, ഉദരത്തിലെ മുഴകള്, പാൻക്രിയാസ് മുഴകള് യേശുനാമത്തില് 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 സൗഖ്യമാകട്ടെ. കർത്താവേ, ഉദര സംബന്ധമായ രോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക ശക്തിയാൽ സൗഖ്യമേകുന്നതിനോർ നന്ദി പറയുന്നു. കടുത്ത ഓറഞ്ച് നിറത്തിൽ യൂട്രസ് പോലെ എന്തോ സാധനങ്ങൾ കുഴല് പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന രോഗമാണ്. ഇപ്പോഴാണെങ്കിൽ ഓപ്പറേഷൻ നടക്കണില്ല, അത് മേലോട്ട് പോണുമില്ല. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് രോഗി ചെന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം ഉള്ളത്. പക്ഷെ ആ അമ്മയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപ ചൊരിയപ്പെടുന്ന ഹല്ലേലൂയ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നടുവേദനക്കാരെ നമ്മളെ പ്രാർത്ഥിക്കുന്ന ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. നടുവേദനക്കാർ ആ കൈകൾ നടുവിൽ വെക്കണം. നടുവേദനക്കാർ ഈശോൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നടുവേദന വരുന്നുള്ളവർക്കറിയാൻ പറ്റും. നമ്മൾ 10 പൈസ ഗുണമുണ്ടാകത്തില്ല. നടുവേദന കേൾക്കുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നും, പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രോഗമാണ്. ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ വീട്ടിൽ കാശിന് കൊള്ളാണ്ട് വരും. നടക്കാൻ പറ്റത്തില്ല, മുട്ടി നിൽക്കാൻ പറ്റത്തില്ല, പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, കുടുംബജീവിതത്തിൻ്റെ ധർമ്മത്തിന് പോലും പറ്റത്തില്ല. ജീവിതം തന്നെ തീർന്നെന്ന് തോന്നിപ്പോവും. അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് നടുവേദനയുള്ളവരെല്ലാം ഈ സമയത്ത് നടുവിൽ കൈവെക്കുക. നിങ്ങളുടെ വീട്ടിലെ അമ്മയായാലും ബന്ധുക്കളായാലും നടുവേദനയുള്ളവരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ നടുവേദനക്കാരെയും അങ്ങ് സ്പർശിക്കണമേ. ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണമേ. നടുവേദനകളെ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, നടുവേദനക്കാര്, ഡിസ്ക് അകന്നു പോകുന്നവര്, കർത്താവേ, നടുവ് കഴിച്ചു പോകുന്ന അവസ്ഥകളുള്ളവര്, കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദിവ്യകാരുണ്യത്താൽ
സ്പർശിച്ച് സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. തളർവാദ രോഗിയെ സുഖപ്പെടുത്ത ദൈവമേ, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയനെ തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. തിരുക്കരത്താൽ താങ്ങിയനെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ. കരങ്ങൾ ഉയർത്തി. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. ആമേൻ, ആമേൻ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞത്. അമ്മച്ചിയുടെ സാക്ഷ്യത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാവോ? കരൾ രോഗമുണ്ട്, പിന്നെ കിഡ്നി രോഗമുണ്ട്, പിന്നെ പാങ്ക്രിയാസിലെ കിഡ്നിയിലെ കല്ലുണ്ട്, ക്യാൻസർ രോഗമുണ്ട്. ഇത്രയും രോഗമുള്ള ആൾ അന്ന് അവസാന അഭയമായിട്ടാണ് കൃപാസനത്തിൽ വരണത്. പരിശുദ്ധ അമ്മ ജീവനോടെ നിന്ന് അമ്മ ഈശോനോട് മധ്യസ്ഥം വഹിച്ച് അവരെ സുഖപ്പെടുത്തിയിട്ട് അവർ നടന്നു കയറി സാക്ഷ്യം പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഇതുപോലെ കുറേ അവസാന അഭയം പോലെ ഇതുപോലെയുള്ള രോഗികൾ വരുന്നുണ്ട്. നിങ്ങൾ ആരോഗ്യമുള്ളവർ സന്തോഷമായിട്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് കാര്യം രോഗി അവസാന അഭയം പോലെയാണ് ഈ മണ്ണിൽ ചവിട്ടണത്. എവിടെയെങ്കിലും വന്നൊന്ന് ചവിട്ടാനെത്താൻ മതിയായിരുന്നെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പം അത്തരം രോഗികൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ സിവിയറായിട്ടുള്ള ഹൃദയ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ ക്യാൻസർ രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നുവരെ ഈശോനാമത്തിൽ സൗഖ്യപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് രോഗികളെ ഓർത്ത് അവരുടെ സൗഖ്യത്തെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കരൾ രോഗികള്, കിഡ്നി രോഗികള്, പാങ്ക്രിയാസ് രോഗികള്, ഷുഗർ രോഗികള്, തൈറോയ്ഡ് രോഗികള്, യേശുനാമത്തില് കിഡ്നി രോഗികള്, യേശുനാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. മാരക രോഗങ്ങള് തത്സമയം സൗഖ്യം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി, രക്തസ്രാവക്കാരെ സുഖപ്പെടുത്തിയ ദൈവത്തിന്റെ ശക്തി എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ നിബന്ധിക്കുകയാണ്. കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. എൻ്റെ പേര് ആന്റണി മാത്യു എന്നാണ്. ഞാൻ കോഴിക്കോട് രൂപതയിലെ മാഹി ഇടവാംഗമാണ്. ആദ്യമായി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിൽക്കാൻ എനിക്ക് അവസരം തന്ന, ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിനോടുള്ള ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 2015 ഞാൻ +2 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് BCom അഡ്മിഷനൊക്കെ കിട്ടി. പക്ഷേ BComനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളമായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് മലയാളം എടുത്തു. 4-5 പേരെ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. അന്നേരം തന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു, എന്തിനാണ് മലയാളം എടുത്തത്, മലയാളമൊക്കെ ഇന്ന് ആരെങ്കിലും എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് ആ ഒരു ഭാഷയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ മലയാളം തന്നെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. അങ്ങനെ 2018 ഏകദേശം 90% മാർക്കോടുകൂടി ഡിഗ്രിയൊക്കെ പാസ്സായി. പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അനിശ്ചിത ഘട്ടത്തിലേക്ക് വന്നു. അന്നേരമാണ് അവിടെ നമുക്ക് ഗവൺമെൻറ് കോട്ടയിൽ B.Edന് സീറ്റ് ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ B.Edന് ആപ്ലിക്കേഷൻ കൊടുത്തു. B.Ed കഴിഞ്ഞു. 2021 B.Ed പാസ്സായി. B.Ed പാസ്സായതിന് ശേഷമാണ് ഇനി മുമ്പോട്ട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു വന്നത്. കേട്ടറ്റൊക്കെ പാസ്സായി. പക്ഷേ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പോകുമ്പം തുച്ഛമായ 5000-6000 രൂപയൊക്കെ മാത്രമേ കിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം
ജീവിതം മുമ്പോട്ട്, എൻ്റെ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പല പല പണിക്കും പോയി. വാർപ്പിൻ്റെ പണിക്കും പെയിൻറ്റിൻ്റെ പണിക്കും അതേപോലെ സെക്യൂരിറ്റിയായും കാറ്ററിങ്ങിനും ഡ്രൈവറായും ഒക്കെ പല വേഷങ്ങൾ കിട്ടി. അന്നേരം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലും എന്തോ ഈശോ എന്നെ കൈവിട്ടിട്ടില്ല, ഈശോ എന്നും എൻ്റെ കൂടെയുണ്ട്, എനിക്കെന്തോ ഒരു ശക്തി പുറകിൽ നിന്ന് ആരോ തരുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞു. പിന്നെയും ഈ സാധാരണ ഇങ്ങനത്തെ ഓരോ നാടൻ പണികളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂടെയുള്ള കൂട്ടുകാരൊക്കെ കളിയാക്കും, നീ മാത്രം എന്താ അവിടെ സ്കൂളിലൊന്നും പോവാത്തെ, എല്ലാവരും കയറി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകരടക്കം എന്നെ വിമർശിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞൊരു സമയത്തും എന്തോ എൻ്റെ മനസ്സിൽ ആരോ എനിക്കൊരു ശക്തി തരുന്നത് പോലെ എപ്പോഴും ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം കുറച്ച് പൈസയൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അയർലൻഡിലേക്ക് ഒരു കെയർ അസിസ്റ്റൻ്റ് വിസയിൽ പോകാൻ വേണ്ടി ഒരു ഏജൻസിക്ക് പൈസയൊക്കെ കൊടുത്തു. ഏകദേശം 1.5 കൊല്ലമായിട്ടും ഏജൻസിയുടെ ഒരു റെസ്പോണ്ടും ഇല്ല. അവിടെ എന്തൊക്കെയോ ആഭ്യന്തരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യമൊക്കെ മറുപടി തന്നു. പിന്നീട് അതിനെക്കുറിച്ചിട്ടൊരു വിവരവുമില്ല. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് തവണ PSC പരീക്ഷകളൊക്കെ എഴുതിയിരുന്നു. PSC പരീക്ഷകളൊക്കെ എഴുതി 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ വരികയും പിന്നെ അതെന്തോ ആ നിയമനം 22ാം റാങ്ക് ഉണ്ടായിരുന്നു അന്നേരം എന്തായാലും ജോലി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് അത് പിന്നെ മുമ്പോട്ട് പോയില്ല, അവർ വിളിച്ചില്ല. ആ ജോലി എനിക്കൊരു സ്വപ്നമായി മാത്രം നിലകൊണ്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ പോണ്ടിച്ചേരി സ്റ്റേറ്റാണ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു നിയമനം നടത്താൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു. ഏകദേശം 10 വർഷത്തോളം ഉള്ളൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അവിടെ ഒരു നിയമനത്തിന് വേണ്ടിയിട്ട് ഗവർണർ ഒപ്പുവയ്ക്കുകയും പുതിയൊരു നിയമനം അവിടെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതിനൊക്കെ ആ ഒരു 10 വർഷ ഗ്യാപ്പിൽ അവിടെ എന്താ പറയണ്ടേ, അവിടുന്ന് ഡിഗ്രിയും BEd ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അന്നേരം ഈ ഒരു നിയമനത്തിനെതിരെ ഒരുപാട് ശക്തമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഏജ് റിലാക്സേഷൻ നൽകണം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കേസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത് നടക്കൂല എന്നുള്ളൊരു വിചാരത്തിൽ ഞാനും ഇരുന്നു. ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, എക്സാമൊക്കെ എഴുതി. പക്ഷെ ഇത് മുമ്പോട്ട് പോവില്ല, ഇത്രയും കേസൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇത് മുമ്പോട്ട് പോവില്ല എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഒരു ജോലി ഇല്ലാതെ പറ്റില്ല. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 8 ലക്ഷം രൂപ കൊടുത്തു, അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ ജീവിതത്തിൽ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത്. ആദ്യമൊന്നും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഈ കൃപാസനത്തിൽ വന്നു. ഇവിടെ ഇത്രയും ആളെയും തിരക്കുമൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി, ഇത് ഇന്ന് വീട്ടിലെത്തൂല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുക ചെയ്ത്. അതിനുശേഷം പിന്നെയും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ കൃപാസനത്തിൽ പോകണമെന്ന് എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ ആരോ എന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനപ്പം ഒറ്റയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം കൃപാസനത്തിലേക്ക് കടന്നു വന്നു. വൈകുന്നേരം അവിടുന്ന് പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തി. അങ്ങനെ കൃപാസനത്തിൽ വന്നു. ആദ്യമായി വന്നപ്പോൾ തന്നെ ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. ആ ഒരു എന്താ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടൊന്നും ഒരു വ്യക്തമായ ധാരണയില്ല. അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തു. 2024 നവംബർ 8-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി. എന്നാലും ഈ ഒരു പ്രഭാത പ്രാർത്ഥന, ഇവിടെ ഈ ഉടമ്പടിക്ക് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ആ പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും ഒക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ എനിക്കങ്ങ് ആദ്യം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചില്ല. ഒരാഴ്ച അങ്ങനെ ഞാൻ ഒരു മടിയൊക്കെ പിടിച്ചങ്ങനെ നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ ഒരു പിറ്റത്തെ ശനിയാഴ്ച ഞാൻ വിചാരിച്ചു, എന്തായാലും ഞാൻ പോയി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ വരെ പോയതല്ലേ, ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പ്രഭാത പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ആരംഭിച്ചു. പിന്നെ അതുവരെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കെന്തോ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വേണ്ടി തുടങ്ങി. ദിവസവും അരമണിക്കൂറോളം ബൈബിൾ വായിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പതിയെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ കൃപാസനത്തിലെ ഈ ഡെയിലി ബ്രെഡ് അത് കേൾക്കാൻ വേണ്ടി എല്ലാ ദിവസവും അത് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചൊവ്വാഴ്ചകളിൽ ആ ധ്യാനം അതും കൂടും.
വൈകുന്നേരമുള്ള സന്ധ്യാപ്രാർത്ഥന, അതൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ്, അതായത് നവംബർ 19-ാം തീയതി ഞാൻ പെട്ടെന്ന് സൈറ്റിൽ നോക്കുമ്പോണ്ട് എനിക്ക് ആരോ മെസ്സേജ് അയച്ചു. നോക്കുമ്പോണ്ട് പോണ്ടിച്ചേരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ അധ്യാപക നിയമനത്തിലെ പ്രൊവിഷണൽ ലിസ്റ്റ് വരികയും അതിൽ 1ാം റാങ്കോടുകൂടി എൻ്റെ പേര് ആദ്യം കാണുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ അനുഭവിച്ചറിയാത്തൊരു സന്തോഷം. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി തന്നൊരു അനുഗ്രഹം. ആദ്യമായല്ല, ഇതിനു മുമ്പ് ഒരുപാട് ചെറിയ ചെറിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും തീഷ്ണതയോടുകൂടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയണ്ടേ, ആത്മാർത്ഥമായിട്ട് ഞാൻ ഈശോയെ എന്ന് വിളിച്ച ഒരു സന്ദർഭം ആ ഒരു നിമിഷത്തിലുണ്ടായി. അതിനുശേഷവും പിന്നെ പ്രൊവിഷണൽ ലിസ്റ്റൊക്കെ വന്നു. പക്ഷേ ഈ നിയമനമൊക്കെ എപ്പോൾ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. അത് ചിലപ്പോൾ നടക്കാൻ ചിലപ്പം നടക്കൂല എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് അന്നേരം എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞാനിരിക്കുമ്പോഴാണ് ഈ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്ത 8 ലക്ഷം രൂപ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു. അതും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ നടന്ന വലിയൊരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ ഏജൻസിക്കൊക്കെ പൈസ കൊടുത്ത് അതൊന്നും കിട്ടാതെ എത്രയോ ആൾക്കാർ വിഷമിക്കുന്നു. ആ ഒരു അവസരത്തിലാണ് ഒരു 5 പൈസ പോലും കുറയാതെ ഞാൻ കൊടുത്ത ആ 8 ലക്ഷം രൂപയും അതേപോലെ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു തന്ന് ഈ അമ്മ മാതാവ് ഈശോ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഈ സ്കൂളിൻ്റെ എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ സാധാരണ പോലെ ജോലിക്കൊക്കെ പോയി. അങ്ങനെ പിന്നെ ഒരു മാസത്തോളം കഴിഞ്ഞു. മാർച്ച് 29 അതിനു മുമ്പ് ഫെബ്രുവരി 18-ാം തീയതി പിന്നെയും കൃപാസനത്തിൽ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യമായിട്ട് ഉടമ്പടിയൊക്കെ പുതുക്കി. പിന്നെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും അത്രയേറെ ഈശോയോട് ഞാൻ കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആത്മീയ കാര്യങ്ങളിൽ കുമ്പസാരിക്കാനാണെങ്കിൽ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും, അതേപോലെ എന്നും പള്ളിയിൽ പോകാനും, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കാനും ഒക്കെ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയവും പള്ളിയിൽ പോയി ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ പള്ളിയിൽ പോയി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും. എന്നും കുർബാനയ്ക്ക് പോവും. അങ്ങനെയൊക്കെ നിന്നു. അങ്ങനെ മാർച്ച് 29-ാം തീയതി ആയപ്പോഴത്തേക്കും അവിടുന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് എൻ്റെ നിയമന ഉത്തരവ് വരികയും മാഹിയിലുള്ള CE ഭരതൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപകനായി എനിക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അനുഗ്രഹം. അമ്മ മാതാവ് അമ്മേനോട് പ്രാർത്ഥിച്ചത് വഴി ഈശോ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ B.Ed പഠിച്ചൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ സോജി എന്നാണ് സിസ്റ്ററുടെ പേര്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയും, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? നീ എന്നും ഒരു വചനം മാത്രം ആലോചിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഫിലിപ്പി 4:19 നിന്റെ ദൈവം തൻ്റെ മഹത്വത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന ആ ഒരു വചനം ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒടുവിൽ എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ജോലി തന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എൻ്റെ ജീവിതം അത്രയേറെ ധന്യമാക്കി. അതിനുള്ള വേറൊരു സന്തോഷം കൂടിയുണ്ട്. ഇന്നലെ, അതായത് ജൂൺ 5-ാം തീയതി ഞാനിപ്പോൾ ജോയിൻ ചെയ്ത ആ സ്കൂള് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇപ്പോൾ ഇന്നലെ 5-ാം തീയതി ഞാൻ രാവിലെ സ്കൂളിൽ ചെന്ന് അറ്റൻഡൻസിലൊക്കെ ഒപ്പിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, മാഷിൻ്റെ ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് വേറെ ദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും ആണോ എന്ന്. പെട്ടെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്, മാഷിന് ഇനി നടന്നു പോകാമല്ലോ, എൻ്റെ വീടിനടുത്തുള്ള, അതായത് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള, നടന്നു പോകാൻ മാത്രം അത്ര അകലത്തിലുള്ള ഒരു സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുകയും തിങ്കളാഴ്ച ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യും. എൻ്റെ അമ്മ മാതാവ് ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഒരു സാക്ഷ്യം ഇവിടെ വന്ന് എത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് ആ അമ്മേനെ ഒന്ന് മഹത്വപ്പെടുത്തണം. അമ്മയെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകിയ ആ വലിയ അനുഗ്രഹത്തെ 4 ആളുടെ മുമ്പിൽ ഏറ്റുപറയണം എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മനുഷ്യർക്ക് മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് ഈശോ പറഞ്ഞ ആ വാക്ക് ഇന്നും എൻ്റെ മനസ്സിൽ, എപ്പോഴും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു എൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ഈ പേപ്പർ, കൃപാസനത്തിൽ ഈ പേപ്പർ കഴിയുന്ന ആളുകൾക്കെല്ലാം ഞാൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു ഇത് കൊടുക്കുമ്പോൾ. പിന്നെ എനിക്ക് ആ മടിയില്ല. പിന്നെ എപ്പം ഈ പേപ്പർ എപ്പോൾ കിട്ടിയാലും ഞാൻ ഇവിടുന്ന് ഒരു എക്സ്ട്രാ 2-3 കവർ മേടിച്ചുകൊണ്ട് പോയി കാണുന്ന ആളുകൾക്കെല്ലാം കൊടുക്കും. അവർക്കൊക്കെ ആദ്യം വലിയൊരു മടിയായിരുന്നു ആ പേപ്പർ മേടിക്കാൻ വേണ്ടി. പക്ഷെങ്കിൽ പിന്നെയും നമ്മൾ ഒന്ന് വാങ്ങി ചേട്ടാന്നൊക്കെ പറഞ്ഞ് എന്താ പറയണ്ടേ, അവരോടൊരു നല്ല രീതിയിൽ പറഞ്ഞ് പേപ്പർ കൊടുക്കുമ്പോൾ അവരെല്ലാം അത് വാങ്ങുകയും അവർ ആ പേപ്പർ വാങ്ങി വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട്. അങ്ങനെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം, അതേപോലെ
ഈ വൃദ്ധസദനം, അവിടെ നമുക്കടുത്തൊരു സ്നേഹസദൻ എന്ന് പറഞ്ഞൊരു വൃദ്ധസദനമുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ പോകാനും അവിടെയുള്ള പ്രായമായ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ ഇടയ്ക്കൊക്കെ കാണാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ എനിക്ക് കിട്ടുന്ന ഓഹരിയിൽ നിന്നൊരു ദശാംശം അവർക്ക് കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനിയുള്ള ഈ എൻ്റെ അധ്യാപന ജീവിതത്തിലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ ഈശോയെക്കുറിച്ച്, ഈശോ അമ്മ മാതാവിനെക്കുറിച്ച്, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച്, ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിച്ച് ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കാൻ എനിക്ക് കഴിയുന്നതുപോലെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ കൃപ അമ്മ മാതാവ് എനിക്ക് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി എന്നും അമ്മയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു.